ലോകം മുഴുവൻ ഫുട്ബോൾ ലഹരിയിൽ ആറാടുമ്പോൾ മൈലാഞ്ചി മൊഞ്ചിൽ പ്രിയ താരങ്ങളുടെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയാണ് ഒമാനിലെ ഒരു വീട്ടമ്മ. മൈലാഞ്ചിയുടെ ചായക്കൂട്ടുകളിൽ ഇവർ വരച്ച മെസ്സിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. ഫസീല ഷൗക്കത്തിൻ്റെ ഈ മൈലാഞ്ചി മുഞ്ചുള്ള ചിത്രങ്ങളിൽ മെസ്സി മാത്രമല്ല, എംബാപ്പയും റൊണാൾഡോയുമെല്ലാമുണ്ട്. നാടും നഗരവും ഫുട്ബോൾ ലഹരിയിൽ ആറാടുമ്പോൾ വിരൽ തുമ്പിൽ വിരിയുകയാണ് ഇഷ്ടതാരങ്ങൾ. മൈലാഞ്ചിയുടെ മനോഹാരിതയിലാണ് വിരലുകളിലും കൈവെള്ളയിലുമൊക്കെ താരങ്ങൾക്ക് പുതുജീവൻ തുടിക്കുന്നത്. നെയ്മർ, മെസ്സി, എംബാപ്പെ, റൊണാൾഡോ, പ്രിയ താരങ്ങളുടെ മൈലാഞ്ചി ചിത്രങ്ങൾ ഇങ്ങനെ നീണ്ടുപോകും. 24 വർഷമായി ഒമാനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഫസീല ഷൗക്കത്താണ് ഫുട്ബോളിന്റെ ഇതിഹാസങ്ങൾക്ക് മൈലാഞ്ചി ചിത്രങ്ങൾ ഒരുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സീസണിൽ ഈ വെക്കേഷൻ മൂഡും ഇതൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ വേൾഡ് കപ്പും നടക്കുന്നതായതുകൊണ്ട് എപ്പോഴും ഫുട്ബോളിൻ്റെ ഒരു ചർച്ച വരും കുട്ടികളെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അവരെ കയ്യിൽ ഹെന്ന വെച്ചിട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു രസമാണല്ലോ, ഒരു ടാറ്റു പോലെ. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. കുട്ടികൾക്കൊരു രസം, ഒരു എൻ്റർടൈൻമെൻറ്റ്, അത്ര ഉദ്ദേശിച്ച് ചെയ്തൊരു സംഭവമാണ്. 5 മക്കളുള്ള ഫസീലയുടെ ആൺമക്കളുടെ ഫുട്ബോൾ ആവേശം കണ്ടിട്ടാണ് മൈലാഞ്ചിയിൽ ഫുട്ബോൾ താരങ്ങളെ വരച്ചു തുടങ്ങിയത്. മെസ്സിയായിരുന്നു ആദ്യ മൈലാഞ്ചി ചിത്രം. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായതോടെ കൂടുതൽ താരങ്ങളെ മൈലാഞ്ചിയിൽ വരച്ചു. ഇതോടെ ആരാധകരും ആവശ്യക്കാരും കൂടി. ഒരാൾ റൊണാൾഡോ ഫാന്, ഒരാൾ മെസ്സി ഫാന്, ഒരാൾ എംബാപ്പെ ഫാൻ. അങ്ങനെ അവർ തമ്മിലിങ്ങനെ അടികൂടും. ഇന്ന ആൾക്കാണ് പവർ, ഇന്ന ആളാണ് കൂടുതൽ എതിർത്ത് എന്നിട്ടിങ്ങനെ. അപ്പോൾ ജസ്റ്റ് അവർക്കൊരു ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ആ ഒരു മൂഡിലിരിക്കുമ്പോൾ അവർക്ക് ഒന്ന് കാണിക്കാൻ എന്നുള്ള രീതിക്ക് ചെയ്തതാണ്. വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിക്ക് ചെയ്തൊരു സംഭവമായിരുന്നു അത്. 10 വർഷമായി ഫസീലയുടെ ലോകം ഹെന്നയുടെ നിറക്കൂട്ടുകളിലാണ്. ശാസ്ത്രീയമായി ഹെന്നയോ മറ്റ് കലാരൂപങ്ങളോ പഠിക്കാത്ത ഫസീല ഒരു നേരം പോക്കിനാണ് മൈലാഞ്ചിയിട്ടും വരച്ചും തുടങ്ങിയത്. ഇന്ന് ഹെന്നയ്ക്കൊപ്പം അറബിക് കാലിഗ്രാഫിയും കരകൗശല വസ്തുക്കളുമെല്ലാം ഫസീലയുടെ കൈകളിൽ ഭദ്രം. ഇതെല്ലാം സ്വയം പഠിച്ചതാണെന്ന് ഫസീല പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത്രയ്ക്ക് മനോഹരമാണ് ഓരോ സൃഷ്ടികളും. അതായത് ഇപ്പോൾ പെയിൻറ്റിങ്, ഇപ്പോൾ ഈ ഹെന്ന ആണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും ഡ്രോയിങ് ആണെങ്കിലും ഒക്കെ അത് അങ്ങനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അതിൻ്റേതായിട്ടുള്ള രീതിയിലും അതിൻ്റെ റൂൾസും നിയമങ്ങളൊന്നും വെച്ചിട്ട് പഠിച്ചതൊന്നുമല്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം തൊട്ടേ ഡ്രോ ചെയ്യണ ഇഷ്ടമായിരുന്നു. ഹെന്ന ഇടുന്നതൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇടുമല്ലോ, അങ്ങനെ ഉമ്മ ഇട്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാനും അന്ന് മുതൽക്കേ വരക്കും ഇതാക്കും അങ്ങനെ. പക്ഷെ അതിൻ്റേതായ രീതിക്ക് അതിൻ്റെ റൂള് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ആ ഒരു പാഷൻ അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. ഡ്രോയിങ് ആയാലും അറബിക് കാലിഗ്രാഫി അതൊക്കെ അതിൻ്റെ സ്റ്റിച്ചിങ് അതെല്ലാം അങ്ങനെ ചെയ്യുമായിരുന്നു. കല്യാണ വീടുകളിൽ മൈലാഞ്ചി ഇടുന്ന മാതാവായിരുന്നു കുട്ടിക്കാലത്തെ പ്രചോദനം. അന്നു മുതൽ ചിത്രങ്ങളും വരച്ചു തുടങ്ങി. ഇതെല്ലാം ഒരു പാഷനായി കണ്ടു നടക്കുകയും ആ പാഷൻ പിന്നീട് ഫസീലയോടൊപ്പം വളരുകയും ചെയ്തു. ഒമാനിലെ മത്സരവേദികളിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള ഫസീല ഷൗക്കത്ത് നിരവധി സമ്മാനങ്ങളും വാരിക്കൂട്ടി. ഹെന്ന മത്സരവേദികളിലും കാലിഗ്രാഫി മത്സരവേദികളിലും ഫസീല സ്ഥിരം വിജയിയായി. മലയാളികൾക്ക് മാത്രമല്ല, സ്വദേശികൾക്കും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾക്കുമെല്ലാം ഫസീലയുടെ ഹെന്ന ചിത്രങ്ങൾ പ്രിയങ്കരമാണ്. ഫോറിനേഴ്സും കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 20 years ആയിട്ട് ഹെന്ന ആർട്ടിസ്റ്റായിട്ട് ഇവിടെ ഒമാനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മത്സരങ്ങളൊക്കെ വരുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്, ഓരോ കോമ്പറ്റീഷൻ വരുമ്പോഴും. ഇപ്പോൾ കുറച്ച് മടിയാണ്, കുറച്ച് ബാക്കിൽക്കാണ്. ഇവിടെ വന്ന ഉടനൊക്കെ ലുലു ഇവിടെയൊക്കെ കോമ്പറ്റീഷനൊക്കെ എപ്പോഴും നടക്കും. അപ്പോൾ എല്ലാ കോമ്പറ്റീഷനുകളിലും പങ്കെടുക്കാനൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. കോമ്പറ്റീഷൻ കേട്ട് കഴിഞ്ഞാൽ അതിലൊക്കെല്ലാം പോയി പങ്കെടുക്കും. അന്നൊക്കെ സമ്മാനങ്ങൾ ചെറിയ ചെറിയ സമ്മാനമാണെങ്കിലും വലിയ വലിയ സമ്മാനമാണെങ്കിലൊക്കെ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ അലങ്കാര വസ്തുക്കളും ഫസീലയുടെ കരവിരുതിൽ വിരിഞ്ഞവ തന്നെയാണ്.
ഇങ്ങനെ കലയും കരവിരുതും ചേർത്തുവെച്ച് ജീവിതത്തിന് നിറം പകരാൻ സഹായിക്കുന്നത് കുടുംബം തന്നെയാണ്. ഒമാനിൽ ബിസിനസ് നടത്തുന്ന പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി ഷൗക്കത്ത് അലിയാണ് ഭർത്താവ്. മൂത്ത മകൻ മുഹമ്മദ് ഷഹൽ ലക്നൌവിൽ BArc വിദ്യാർത്ഥി. മബേല ഇന്ത്യൻ സ്കൂളിൽ 12ാം ക്ലാസ്സുകാരിയായ ഐഷാസിയ, 5ാം ക്ലാസ്സുകാരൻ ഇർവിൻ മുഹമ്മദ്, 3ാം ക്ലാസ്സുകാരൻ നസീദ് മുഹമ്മദ്, 5 വയസ്സുകാരൻ ഫൈസൽ മുഹമ്മദ് എന്നിവരും മാതാവിന്റെ കലാജീവിതത്തിന് പിന്തുണയുമായി എപ്പോഴും കൂടെയുണ്ട്. എന്ത് കാര്യം എക്സ്പീരിയൻസ് ആണ്, പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പെർഫെക്ഷനും അതിൻ്റെ ഒരു നമ്മളുടെ പാഷനും പിന്നെ ഇൻട്രസ്റ്റും ഇതും കൂടെ കൂടുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയായാലും നമ്മൾ അതിന് വേണ്ടി സമയം കണ്ടെത്തി അതങ്ങ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ അതിനോടുള്ള ആ ഒരു ഓവർ പാഷൻ കാരണമായിരിക്കാം ഈ അടുത്താണ് കഴിഞ്ഞ വർഷമായിട്ട് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സ് ഞാൻ ചെയ്തു. ഇപ്പോൾ ഒരു ഫാഷൻ ഡിസൈനർ, ഒഫീഷ്യലി ഒരു ഫാഷൻ ഡിസൈനർ ആയത്, സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ജീവിതത്തിലെ തിരക്കുകളും കുടുംബങ്ങളും മറ്റു ബാധ്യതകളുമൊക്കെ പാഷന് തടസ്സമാകില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഫസീല ഷൗക്കത്ത്. സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ചുറ്റുമുള്ളതിനെല്ലാം നിറമുള്ളതുപോലെ തോന്നും. മൈലാഞ്ചി ചിത്രങ്ങൾക്ക് മൊഞ്ചേകുന്നത് ഫസീലയുടെ ഈ ആത്മവിശ്വാസവും കഠിനാധ്വാനവും തന്നെയാണ്.